ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഓമക്കായ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാം. പപ്പായ കൊണ്ടുള്ളൊരു അച്ചാറാണ് ഇത്. ആലപ്പുഴയിലെ വല്യമ്മയുടെ റെസിപ്പിയാണ്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പപ്പായയുടെ പകുതിയാണ് എടുക്കുന്നത്. കുറച്ച് ഉണ്ടാക്കുള്ളൂ. പകുതി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് കളയുക. എന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ മതി. അതൊരിച്ചിരി കയ്പുള്ള ഭാഗമായിരിക്കും, അതുകൊണ്ടാണ്. ഇനി നമ്മൾക്ക് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം. പച്ച പപ്പായ തന്നെ വേണേ. അതിനുശേഷം കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം വേണം ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഏറ്റവും ചെറുതായിട്ട് അരിയാൻ പറ്റും അത്രയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇതൊരു 2 കപ്പോളം പപ്പായ കിട്ടിയിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ട്. ഇനി നമ്മൾക്ക് പാനിലോട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമ്മൾക്ക് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതുപോലെ അരിഞ്ഞു വെച്ചത് ഇടുക. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടണം. ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ വേണം മിക്സ് ചെയ്യാൻ, ഈ നമ്മുടെ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൊടി ഇടാം. പൊടി ഇടുന്ന സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെക്കാറാണ് പതിവ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, ഉലുവാപ്പൊടി, കായത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ മുളക് പൊടി. മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ ഇടണം. നമ്മൾ മറ്റേ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി എരിവായി പോവും. പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് സ്റ്റൗ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുമല്ലോ, അതുവരെ ഇളക്കുക. അതിനുശേഷം ഇതിലോട്ട് വിനെഗർ ഒഴിക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല അച്ചാറിൽ, അറിയാലോ. അപ്പം വിനെഗറാണ് ചേർക്കുന്നത്. ഒരു 200 ml ഉണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് ഇനി പപ്പായൊക്കെ ചേർക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണേ ഇനിയുള്ളത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പപ്പായൊക്കെ ചേർത്തിട്ട്. അതിനുശേഷം നമ്മൾക്കിതൊന്ന് വേവിക്കുക, അത്രയേ ഉള്ളൂ. അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. അടച്ച് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പം പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഓമക്കായ എന്നാണ് പറയുന്നത് ഇതിനെ. അപ്പം ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓമക്കായ അച്ചാർ, ഇല്ലെങ്കിൽ പപ്പായ അച്ചാർ എന്ന് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും മാങ്ങാച്ചാർ കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും. പപ്പായ ആണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഇതൊരു കുപ്പിയിലാണ് ആക്കി വെക്കാൻ പോകുന്നത് ഞാൻ. അപ്പം നമ്മൾ കേടുവരാതെ കൂടുതൽ ദിവസം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഒന്ന് കുപ്പിയുടെ പുറത്തിങ്ങനെ തടവുകയാണ്. തടവിന് ശേഷം അച്ചാർ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി നാൾ വരും ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.